ഇന്ന് വിജയദശമി ആയതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെച്ച ബുക്ക് വേഗം ഇവിടെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമാണല്ലോ ഇത്. 2 ദിവസം കുട്ടികൾക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ. പഠിക്കാൻ വേണ്ടി പറയണ്ടായിരുന്നില്ല, പിന്നെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് പോയിട്ട് നമ്മൾ ബുക്കൊക്കെ എടുക്കണം. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് മുതൽ നല്ല കുട്ടികളായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടാളെയും കൂടെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്. ഇന്ന് ആദ്യാക്ഷരം കുറിക്കണ കുഞ്ഞു മക്കൾക്ക് ആദ്യം തന്നെ നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വിജയദശമി ആശംസകൾ കേട്ടോ. വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതിരാവിലെ ഒന്നും അല്ല നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, 8 മണി കഴിഞ്ഞിട്ട് ബുക്ക് എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മൂന്നാളും കൂടെ ഇതാ പോവുകയാണ് കേട്ടോ. അത്തക്കം പിത്തക്കം ഇവിടുത്തെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. എന്താ വെച്ചാൽ നമ്മുടെ പാടം ആകെ കൂടെ കൊളായി കിടക്കുകയാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് അവിടെ എത്തുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ആദ്യം പോയ വഴി പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്ത് കൂടെ വരുമ്പത്ത് കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു വിധമൊക്കെ ബുക്ക് കൊടുക്കുന്ന സമയമായിരുന്നു. ചെന്ന പാടന്നെ ഞാനൊരു നെയ്വിളക്ക് വഴിപാടാക്കിയിട്ട് ഷീറ്റാക്കിയിട്ട് അവിടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഇവരുടെ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന ബുക്ക് കൊണ്ട് രണ്ടും കൂടെ വിരവ് കണ്ട ഇനിയിപ്പോൾ ഇന്ന് മുതൽ പഠിക്കുന്നു കേൾക്കണ്ടേ എന്നുള്ളത് മനോഭാവമാണ് മുഖത്ത് കേട്ടോ. എന്തായാലും വേണ്ടില്ല, എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കട്ടെ ഇന്ന് മുതൽ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പഠിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളെന്ന് തോന്നേണ്ട കാര്യമല്ലേ. അങ്ങനെ അമ്പലത്തിലൊക്കെ സൂപ്പറായിട്ട് തൊഴുത് നമ്മുടെ അമ്പലക്കുളം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. അമ്പലക്കുളം കണ്ട് നമ്മുടെ നാഗത്രയുടെ അവിടെയും പോയി തൊഴുതിട്ട് ഇതാ അവിടെ ചായ ഉണ്ടായിരുന്നു, ഉപ്മാവും നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു വയറ് നിറയെ. പിള്ളേർക്ക് പിന്നെ ഉപ്മാവ് ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അവിടെ അവിലും പ്രസാദും കാര്യങ്ങളും അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. വന്ന പോലെ അല്ല കേട്ടോ, പാടം ആകെ കൂടെ ഹതാഹുതായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോഴുള്ള വരമ്പൊക്കെ ആകെ കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പതാന്ന് പറഞ്ഞാൽ വീഴുകയും ചെയ്തു കേട്ടോ. വീണില്ല, എന്തായാലും ചേറിലേക്ക് അങ്ങോട്ട് ചാടി. മൊത്തത്തിൽ പാൻറ്റും ചെരുപ്പൊക്കെ ചേറുമായായി. പിന്നെ അവിടുന്ന് കൈയൊക്കെ കാലൊക്കെ കഴുകിയിട്ട് നേരെ വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ചളിയായി. വീട്ടിൽ പോയിട്ട് നമുക്കത് തിരുമ്പിയിടാം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.